പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മനു അലീനയുടെ അടുത്ത് തന്നെ ഉണ്ട്. അലീനയുടെ ബോധം തെളിയാനായിട്ട് കാത്തു നിൽക്കുവാണ് മനു. ആ സമയത്ത് അലീനയ്ക്ക് ബോധം തെളിയുന്നുണ്ട്. അങ്ങനെ മനു ചോദിക്കുവാണ് എന്താണ് അലീനയ്ക്ക് സംഭവിച്ചതെന്ന്. ഈ പറഞ്ഞതൊന്നും തന്നെ മനു വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനു അലീനയോട് എല്ലാ കാര്യങ്ങളും തിരക്കുന്നുണ്ട്. ആ സമയത്ത് അലീന മനുവിനോട് പറയുവാണ്, ആരോടും ഈ കാര്യം പറയരുത്, ഞാൻ നടന്ന കാര്യം എന്താണെന്ന് പറയാം, ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്കു തരണമെന്ന് അലീന പറയുവാണ് മനുവിനോട്. അതിനുശേഷം മനു അലീനയ്ക്ക് വാക്ക് കൊടുക്കുവാണ്. അതിനുശേഷം അലീന നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് മനുവിനോട്. അലീന പറയുന്നത് കേൾക്കുമ്പോൾ മനുവിന് വല്ലാണ്ടങ്ങ് സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മനു അലീനയുടെ തലയിൽ ഇങ്ങനെ തലോടി ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അലീനയെ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയതിന്. അതുകൊണ്ട് തന്നെ വൈജയന്തി ബാലചന്ദ്രനോട് ചോദിക്കുവാണ്, എന്തിനാണ് അവളെ ആ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിപ്പിക്കുന്നത്? അവളെ ആ താലൂക്ക് ഹോസ്പിറ്റലിൽ എങ്ങാനും കൊണ്ടുപോയാൽ പോരായിരുന്നോ? അവിടെ ചികിത്സിക്കുന്നവരും മനുഷ്യരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ പറയുവാണ്, ഇപ്പോ അതിന് അലീനയ്ക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ 2 കെയർ ടേക്കർമാർ ഉണ്ട്. ഒന്ന് ബാലചന്ദ്ര മേനോനും 2 മനുശങ്കർ മേനോനും ആണ് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് കലിതുള്ളി നിൽക്കുവാണ് വൈജയന്തി. വൈജയന്തിക്ക് ഇതൊന്നും കേട്ട് സഹിച്ച് നിൽക്കാനുള്ള ഒരിതൊന്നും ഇല്ല. ദേഷ്യത്തോടു കൂടെ വൈജയന്തി നിൽക്കുവാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുവാണ് വൈജയന്തി. പ്രധാനമായും ബാലചന്ദ്രന്റെ ഈ മാറ്റം ഒട്ടും തന്നെ വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ പ്രൊമോ വിശേഷം അവസാനിക്കുന്നത്.